Netflix, PC Sriram sir, Maniratnam sir producing it. That was like a package, like a performance, out and out. തുടക്കം തൊട്ട് ഒടുക്കം വരെ പറയുന്നത് എത്രത്തോളം ഇമ്പാക്റ്റ് ഒരു കഥാപാത്രം ഓഡിയൻസിൽ ഉണ്ടാക്കുന്നു എന്നതിൽ കൂടെയുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇമ്പാക്ട്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പം നാളെ എനിക്ക് സന്തോഷമായിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് എനിക്ക് തന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, പ്രയാഗ ഒരു 5 മിനിറ്റേ ഉള്ളൂ അല്ലെങ്കിൽ 5 സീനേ ഉള്ളൂ, ബട്ട് ഇഫ് ദാറ്റ് ഈസ് ഇമ്പാക്ട്ഫുൾ, ഇഫ് ആസ് എൻ ആക്ടർ എനിക്കത് ചലഞ്ചിങ് ആയിട്ട് എന്നിലെ ആക്ടറിൻ്റെ ബെസ്റ്റ് പുറത്ത് കൊണ്ടുവരാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കിനി അങ്ങനത്തെ കുറച്ച് സ്പേസ് ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ്. ഈ നായിക എന്ന് പറഞ്ഞ മറ്റേ ആ ഒരു ബോക്സിൽ മാത്രം ഞാൻ ഐ ഡോണ്ട് കെയർ ഹൗ പീപ്പിൾ സീ മീ, വ്യൂ മീ, ഒരു പോയിന്റ് വരെ ചെയ്യാം, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഐ ഡോണ്ട് റിയലി കെയർ. അപ്പോൾ ഐ ഓൾസോ ലൈക്ക് ടു എക്സ്പ്ലോർ ക്യാരക്ടർ റോൾസ്. സോ yeah, that's about it. കൂടെ അഭിനയിക്കുന്നത് ഇപ്പൊ പ്രയാഗ മാർട്ടിൻ അല്ലെങ്കിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസ്, ഇവരൊക്കെ പുതുതലമുറയില് ഇപ്പൊ ഭയങ്കര എനർജറ്റിക് ആയിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായോ? നല്ല ചോദ്യമാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാനും പുതിയ മുഖമല്ലേ, പഴയാളല്ലോ. ഞാനും കുറച്ചു മുമ്പ് പ്രയാഗം പറഞ്ഞതുപോലെ പുതിയ എന്തെങ്കിലുമൊക്കെ പരിപാടികളിൽ അച്ഛൻ പരിപാടിയില്ലാതെ വേറെ എന്തെങ്കിലും കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പോലീസുകാരുമായിട്ടാണ് ഇപ്പം ഒരു 13-14 സിനിമകൾ അഭിനയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് സിനിമ മാറുന്നുണ്ട്, സിനിമയിലെ കഥ പറച്ചിൽ മാറുന്നുണ്ട് അല്ലെ, നമ്മുടെ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കൂടെ നിൽക്കുമ്പോൾ അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അത് ചലഞ്ചാണ്. പെർഫോം ചെയ്യുമ്പോഴും നമുക്ക് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളും ഒക്കെ ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് പിന്നെ എന്താ പറയാ, ഒരു കൂട്ടായിട്ടുള്ള പരിപാടിയാണല്ലോ. അതിൽ നിങ്ങൾ മറ്റേ ക്യാമറയുടെ പുറകിലുള്ള ആൾക്കാരെ കാണുന്നില്ലെന്നേ ഉള്ളൂ. അവരാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കഥാപാത്രങ്ങളെ തീരുമാനിക്കുന്നത് പലപ്പോഴും എത്രയോ നാൾ മുമ്പ് ഇതിന്റെ തിരക്കഥാകൃത്തും സംവിധായകനൊക്കെയാണ്. ഇത് ശ്രീകാന്ത് മുരളിയാണ് ചെയ്യേണ്ടതെന്ന് അവർ എത്രയോ നാൾ മുമ്പ് തീരുമാനിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് പകുതി ജോലി കഴിഞ്ഞു, നമ്മളാണിത് ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നീട് അവർക്ക് നമുക്ക് ബ്രീഫ് വരുന്നു, ആ ബ്രീഫ് അനുസരിച്ച് അവർ പറയുന്നിടത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. അത് ശരിക്കും ചലഞ്ച് തന്നെയാണ്. പുതിയ ആൾക്കാർ എന്നൊന്നുമില്ല. നമ്മള് ക്യാമറ ഓൺ ആയാൽ പിന്നെ പുതിയതും പഴയതൊന്നുമില്ല.